ധന്യ, ഈ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ശ്രദ്ധിച്ചപ്പോൾ ഏറ്റവും രസകരമായി തോന്നിയ സംഗതി എന്താണെന്നറിയോ? ശിവൻകുട്ടിയോട് ആരോ ചോദിച്ചു, ഗോവിന്ദച്ചാമി ജയിൽ ചാടിയോ എന്ന്, അതിനെക്കുറിച്ച് പ്രതികരണം തേടിയ. അപ്പോൾ ശിവൻകുട്ടി പറഞ്ഞത്, ഗോവിന്ദച്ചാമി ഇവിടുത്തെ സ്കൂളിലൊന്നും പഠിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് പറയേണ്ട കാര്യമില്ല. അതായത് കവി ഉദ്ദേശിച്ച് ഇത്രേ ഉള്ളൂ, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വീഴ്ചയല്ലല്ലോ, ഞാനല്ല, ആ കേസിൽ ഞാൻ പ്രതിയല്ല എന്നാണ് ശിവൻകുട്ടി ഉദ്ദേശിച്ചത്. അപ്പോൾ ശിവൻകുട്ടി വാസ്തവത്തിൽ കൊട്ടിയത് പിണറായി വിജയനിട്ടാണ്. കാര്യം ജയിൽ വകുപ്പ് പിണറായി വിജയനാണല്ലോ. അപ്പോൾ പിണറായി വിജയൻ മറുപടി പറയേണ്ട കേസാണ്, ഞാനല്ല എന്നാണ് ശിവൻകുട്ടി പറഞ്ഞു വെച്ചത്. പിണറായി വിജയൻ എന്തെങ്കിലും പറഞ്ഞോ? ഇതുവരെ ഒന്നും ഒഴിഞ്ഞിട്ടില്ല. പിന്നെ ഉന്നതതല യോഗമൊക്കെ വിളിച്ചിട്ടുണ്ട്. ഓൺലൈൻ വഴിയാണ് യോഗമൊക്കെ കൂടിയത്. അതിനുശേഷം കർശനമായ നിലപാട് സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞു. പഴയ അതേപടി തന്നെ നിലപാട് സ്വീകരിച്ച് വിയ്യൂർ ജയിലിലേക്ക്, അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റി. ഇതിനിടയ്ക്ക് ഗോവിന്ദച്ചാമി കള്ളനാണെങ്കിലും ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ജയിലിൽ കഞ്ചാവും മദ്യവും മൊബൈൽ ഫോണും സുലഭമായി കിട്ടും. താൻ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്, കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട്, മദ്യവും ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു, ആര് കൊണ്ടുവരുന്നു, ഇതൊക്കെ നേരത്തെയും ചർച്ചാ വിഷയമായ കാര്യമാണ്. മറ്റൊന്ന്, ഗോവിന്ദച്ചാമി ആരാണ് ജയിൽ ചാടാൻ സഹായിച്ചത്? അതിന് ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. പലരും പറയുന്നത് രണ്ട് കൈയുള്ള ഒരാൾക്ക് എത്ര ശക്തിയുണ്ടോ, ഒരു ആരോഗ്യവാനായ ആൾക്ക് എത്ര ശക്തിയുണ്ടോ അതിന്റെ 3 ഇരട്ടി ശക്തിയുള്ള ഒരാളാണ് ഈ ഗോവിന്ദച്ചാമി എന്നാണ് പറയുന്നത്. അതിനിടയ്ക്ക് ഞാൻ കണ്ട മറ്റൊരു രസകരമായ ഒരു കാര്യം, നാക്കുപിഴ പറ്റുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഗോവിന്ദച്ചാമിയാണ് ജയിൽ ചാടിയത്, ഗോവിന്ദ മാഷല്ല. പിന്നെ മറ്റൊരു തമാശ കേട്ടത്, കണ്ണൂരിലെ കിണറ്റിൽ ഇറങ്ങുന്നവരാരും രക്ഷപ്പെട്ടിട്ടില്ല. നികേഷ് കുമാറിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടാണ്. അങ്ങനെ ചില രസകരമായ കാര്യങ്ങൾ കേട്ടു. പക്ഷേ ഒരു കൊടും ക്രിമിനലിന്റെ കഥ അതാണ് ഇവിടെ തുറന്നു കാട്ടപ്പെടുന്നത്. രക്ഷപ്പെടാൻ എങ്ങനെയാണ് കഴിഞ്ഞത്, ആരാണ് രക്ഷപ്പെടുത്തിയത്, പുറത്തിറങ്ങിയ ഉടനെ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട്. അപ്പൊ പുറത്തു നിന്നൊരു സഹായം കിട്ടാതെ ഡ്രസ്സ് മാറുക എന്ന് പറയുന്നത് നടക്കുക, എവിടെന്നെങ്കിലും അടിച്ചു മാറ്റിയതായി. ശരി, അങ്ങനെയും ആകാം. പക്ഷെ ഈ മതിൽ ചാടിയതിൻ്റെത് നമുക്കിപ്പോഴും അതൊരു അവിശ്വസനീയമായി തന്നെ. ഈ വിശ്വാസ് കുമാർ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് നമ്മൾ ഓരോരുത്തരും ചോദിക്കും. ദൈവത്തിന്റെ അദൃശ്യകരങ്ങൾ വല്ലതും ഗോവിന്ദച്ചാമിക്കൊപ്പം നിന്നോ എന്നൊന്നും നമുക്കറിയില്ല. ആ അദൃശ്യകരങ്ങൾ തൂക്കിയെടുത്ത് അപ്പുറത്താക്കിയതാണോ, എന്നിട്ട് നീ പോയി രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞതാണോ എന്നൊന്നും അറിയില്ല. ഒരു ലൈംഗിക വൈകൃതമുള്ള ഒരാൾ, ഒരു ലാബ് ടെക്നീഷ്യൻ കയ്യിൽ തൊട്ടപ്പോൾ പോലും പൂർണ്ണ ഉത്തേജകമായി മാറിയ ഒരു കൊടും ക്രിമിനൽ, അയാൾ നിൽക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ജയിൽ ചാടാൻ വേണ്ടി മാത്രം ആഹാരം കുറയ്ക്കുന്ന, അപ്പോൾ ഇയാൾ ജയിലിൽ ചാടി മറ്റേതെങ്കിലും സംസ്ഥാനത്ത് എത്തിയിരുന്നുവെങ്കിൽ, ഇയാളുടെ കേന്ദ്രം തമിഴ്നാടാണ്, തമിഴ്നാട് നിന്ന് ബോംബെയിലോട്ടോ കൽക്കട്ടയിലോട്ടോ ഒക്കെ ഇയാൾ കടന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എത്രയെത്ര പെൺകുട്ടികളുടെ ജീവിതമാകും ഇല്ലാതാകി പോകുന്നത് എന്നുള്ളതാണ്. കാരണം ഇയാൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഈ ലൈംഗിക ഇതില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഇയാളെ ഒറ്റയ്ക്ക് ഒരു സെല്ലിൽ ഇട്ടേക്കുന്നതിന്റെ കാരണവും കൂടി അതിലൊന്നാണ് എന്നാണ് പറയുന്നത്. അത്രത്തോളം ലൈംഗിക അടിമയുമാണ്, ലൈംഗിക വൈകൃതങ്ങളുള്ള ഒരാളാണ്. അതായത് അബോധാവസ്ഥയിൽ സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇയാളുടെ ഹോബി എന്ന് പറയുന്നത്. അതിപ്പോ അടിച്ചവശയാക്കിയാലും ഇയാൾ അവശയാക്കി ഇട്ടിട്ട് അവരെ ലൈംഗികമായി ഉപയോഗിക്കുക, എന്നിട്ട് അവരിൽ നിന്ന് സ്വർണവും പണവും കവർന്ന് രക്ഷപ്പെടുക. ഇതാണ് ഇയാളുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. പിന്നെ മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ്, ലഹരി വസ്തുക്കൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായും അബോധാവസ്ഥയിലാകുക. അബോധാവസ്ഥയിൽ എന്തൊക്കെ ചെയ്യുന്നു, ഏതൊക്കെ ചെയ്യുന്നു, എവിടെ കിട്ടുന്നു അവിടെ കിടക്കുന്നു, എവിടെ നിന്ന് ആഹാരം കിട്ടുന്നു അവിടെ കഴിച്ചു കിടക്കുന്നു. ഇതൊക്കെയാണ് ഇയാളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. വളരെ ദുരൂഹത നിറഞ്ഞ ഒരു ജീവിതം. കാരണം ചിലർ പറയുന്നു അച്ഛൻ ആർമി ഉദ്യോഗസ്ഥനാണെന്ന്, ചിലർ പറയുന്നു അല്ല എന്ന്, അത് വ്യാജമാണെന്ന് പറയുന്നു. തമിഴ്നാട്ടിലെ ഒരു ഒരു പക്ക ഒരു വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത, വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഒരുത്തൻ മോഷണം മാത്രമല്ല, ചെറുപ്പത്തിൽ തന്നെ ലൈംഗികമായി ആളുകളെ ഉപദ്രവിക്കുന്ന, അതായത് പ്രായഭേദമന്യേ, പ്രായമൊന്നുമില്ല, വയസ്സായ ആളുകളെ കിട്ടിയാലും ഇയാൾ ലൈംഗികമായി ഉപയോഗിക്കും, കൊച്ചുകുട്ടികളെ കിട്ടിയാലും ഇയാൾ ലൈംഗികമായി ഉപയോഗിക്കും. അങ്ങനെ നിരവധി ലൈംഗിക കേസുകളിൽ, ബലാത്സംഗ കേസുകളിൽ പ്രതിയാണ്, മോഷണ കുറ്റങ്ങളിൽ പ്രതിയാണ്. പോലീസൊക്കെ ഒരുപാട് അന്വേഷിച്ചു ഇയാളെ കുറിച്ച്. തമിഴ്നാട് പോലീസ് അന്വേഷിച്ചു. തമിഴ്നാട് തന്നെ ഏകദേശം 41 കേസുകൾ എങ്ങാണ്ട് പ്രതിയാണ് ഇയാള്. ഇയാളുടെ ഒരു സുഹൃത്താണ് നിരന്തരം ഒരേ സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കില്ല.
ബോംബെയിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകണമെന്ന് ആലോചിച്ചപ്പോഴാണ് പണ്ട് ജയിലിൽ കിടന്ന ഒരു സുഹൃത്തിനെ കാണുന്നതും ഇപ്പോൾ കേരളമാണ് ഏറ്റവും നല്ല മോഷണ സ്ഥലം എന്ന് ഉപദേശിക്കുന്നത്. അങ്ങനെ കേരളത്തിലേക്ക് വരികയും അങ്ങനെയാണ് ട്രെയിനിൽ ഈ ഭിക്ഷാടന മാഫി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഭിക്ഷാടനം നടത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളുടെ സഹതാപം, കൊറ്റക്കയ്യനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളുടെ സഹതാപം പിടിച്ചുപറ്റി. ഈ സൗമ്യയെ കൊന്നതിന് ശേഷവും ആളുകൾ കൂടിയപ്പോൾ ഞാൻ ഒറ്റക്കയ്യനാണ്, എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിന്നീടാണ് പോലീസ് ആളെ പിടികൂടുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ കൈ കാണിച്ച് സഹതാപം ഉണ്ടാക്കുക. അതില് സംഗതിയുണ്ട്. അതായത് ഇയാളുടെ ഈ കൈയില്ലാത്തത് ഇയാൾക്ക് പലപ്പോഴും അനുഗ്രഹമായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതായത് ഞാൻ വാർത്ത വായിച്ചതാണ്. ഒരു മോഷണ കേസ്, ഒരു പിടിച്ചുപറി കേസിൽ ഇയാളും ഇയാളുടെ സുഹൃത്തും കൂടി ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ എതിരെ ഒരു ലോറി വന്നു. ഈ ബൈക്കിന് ബ്രേക്ക് കുറവാണ്. അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ഇയാളുടെ കൈ ഈ ബൈക്കിൻ്റെ ടയറിൻ്റെ ഇടയിലോട്ട് തിരുകി. അങ്ങനെയാണ് ഇയാളുടെ കൈയേറ്റ് പോയതെന്നാണ് വാർത്ത. മറ്റൊരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്, ഇയാളുടെ ഒരു ഗ്യാങ്ങിലുള്ള ഒരാളുടെ ഭാര്യയെ ഇയാൾ അബോധാവസ്ഥയിലാക്കിയിട്ട് ബലാത്സംഗം ചെയ്തു. അത് ഈ കൂട്ടുകാരൻ അറിഞ്ഞു, എന്നിട്ട് വന്ന് കൈ വെട്ടിയെടുത്തതാണെന്ന് പറയുന്നു. അത് മാത്രമല്ല, ഈ സൗമ്യ വധക്കേസിൽ ഇയാൾ വധശിക്ഷയ്ക്ക് ശിക്ഷിച്ചല്ലോ. അപ്പോൾ അതിൽ ശിക്ഷാ ഇളവ് നേടാനായിട്ട് സഹായകരമായതും ഈ കൈയാണ്. ഈ വികലാംഗനാണ് എന്നുള്ള പരിഗണന നൽകിയാണ് കൊലക്കുറ്റം, അതായത് വധശിക്ഷ എന്നുള്ളത് ജീവപര്യന്തമാക്കി കുറച്ചത്. പക്ഷേ ഈ കൈയില്ലാതിരുന്നിട്ട് പോലും ഇയാൾ ഒരു പൂർണ്ണ ആരോഗ്യവാനെ പോലെ മതിൽ ചാടിക്കിടക്കുന്നു. എന്നിട്ടും ആ പിടിയിലാകുമ്പോഴും അയാളുടെ വീറിനും വാശിക്കും ഒരു കുറവുമില്ല. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് മാധ്യമങ്ങൾക്ക് നേരെ മറ്റേ അസഭ്യ ആംഗ്യം കാണിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അയാളുടെ മൈൻഡ് സെറ്റ് ഇപ്പോഴും ക്ലിയർ ആണ്. അയാളെ ശിക്ഷാ ഇളവ് വേണം, അയാളെ മാനുഷിക പരിഗണനയൊക്കെ കൊടുക്കണം എന്ന് വാദിക്കുന്നവർ ഇതൊന്ന് കണ്ടു വെച്ചേക്കുക. പിന്നെ ഇത്രയും ശിക്ഷാ കാലയളവിനുള്ളിൽ അയാൾക്ക് മാനസിക പരിവർത്തനം വന്നിട്ടുണ്ടാകും എന്ന് വാദിക്കുന്നവരും അല്ലെങ്കിൽ അയാളോട് സഹാനുഭൂതിയും ഒക്കെ വെച്ച് പുലർത്തുന്നവരും ഇപ്പോൾ ആരാണ് ഗോവിന്ദച്ചാമി എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. അത് മാത്രമല്ല പ്രേമലലേട്ടാ, ഒരു ദുരൂഹമായ ഒരു ജീവിതം, എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു, ആരാണ് പിന്നിൽ, ആരാണ് ഇയാൾക്ക് വേണ്ടി ലക്ഷങ്ങളും കോടികളും മുടക്കുന്നത്, ഇയാളെ ജയിലിൽ നിന്ന് ഇറക്കാൻ ആരാണ് സഹായിക്കുന്നത്, ഇവിടെ നിന്ന് പോയാലും തന്നെ കാത്തൊരു ഗ്യാങ് ഇരിപ്പുണ്ട്, അവരാരാണ്, എന്താണ് അവരുടെ, ഇതൊന്നും നമുക്കറിയില്ല. തമിഴ്നാട് പോലീസും കുറെ അന്വേഷിച്ചു ഇയാളുടെ ഈ ജീവിത സാഹചര്യം എന്താണ്, അല്ലെങ്കിൽ ഇയാളുടെ ജീവിതം എന്താണ് എന്നറിയാൻ. ഒരു പിടിയോ അവർക്ക് കിട്ടിയിട്ടില്ല. പറയുന്നത് ഓരോ സമയത്ത് ഓരോ ആണ്. ആദ്യം പറയുന്നു ചാർലി തോമസ് എന്നാണ് ഇയാളുടെ പേരെന്ന്, പിന്നീട് പറയുന്നു 4ാം ക്ലാസ് വരെ എങ്ങാണ്ട് പഠിച്ചിട്ടുള്ളൂ, അതിനിടയ്ക്ക് അച്ഛനും അമ്മയും മരണപ്പെട്ടു. അത് കഴിഞ്ഞ് പറയുന്നു ഗോവിന്ദ സ്വാമി എന്നുള്ളത് ചാമി എന്ന് മാറ്റിയതാണ് എന്ന് പറയപ്പെടുന്നു. അപ്പൊ ഇതിലെ ഏതാണ് സത്യം ഏതാണ് നുണ എന്നൊന്നും നമുക്ക് ഇതുവരെ അറിയില്ല. പക്ഷെ ഇയാൾ ഒരു കൊടും ക്രിമിനലാണ്, കൊടും കുറ്റവാളിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഇയാള് എന്തായാലും ഇപ്പൊ രക്ഷപ്പെടാൻ ശ്രമിച്ചതിന് പിന്നിൽ ഒരു കാരണമുണ്ടാകും, അത് ഉറപ്പാണ്. ആ കാരണം നടക്കാത്തിടത്തോളം കാലം വീണ്ടും ഇയാൾ ഈ ശ്രമം തുടരും. ഇപ്പൊ ഇത്രയും വലിയ കെട്ടിടത്തിൽ മതിലുള്ള കണ്ണൂർ ജയിലിൽ നിന്ന് ഇയാൾക്ക് ചാടാൻ ഇയാൾ ശ്രമിച്ചുവെങ്കിൽ ഇയാൾ തക്കം പാർത്തിരുന്ന് ഏകദേശം 6 മാസത്തോളമുള്ള ഗൂഢാലോചനയാണ് ഇയാൾ ഈ മതിൽ ചാടിയെന്നാണ് പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും ഇനിയും ഇയാൾ ഗൂഢാലോചന നടത്തി ചാടിയാൽ ഇനി എന്തായാലും ഇയാൾ പൂർണ്ണമായി സജ്ഞമായിട്ടേ ചാടും. ചാടിക്കഴിഞ്ഞാൽ ഇനി ജീവിതത്തിൽ ഒരിക്കലും ഇയാളെ പോലീസിന് പിടികിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയ്ക്ക് ഒരു ന്യായീകരണവും ഇല്ല. കാരണം ഇയാളെ കൃത്യമായി നിരീക്ഷിച്ചില്ല. ഇയാളെ ഉപ്പ് വെച്ച് ആ അഴികൾ അത് ബലക്ഷയം ഉണ്ടാക്കി, ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ഇയാൾ ഈ ഭക്ഷണം നിഷേധിക്കുമ്പോൾ തന്നെ ഇയാൾ എന്തിനുള്ള തയ്യാറെടുപ്പുകളാണെന്ന് മനസ്സിലാക്കി. കാര്യം ഇയാൾ അതായത് അരി ആഹാരം വേണ്ടാന്ന് വെക്കുന്നു, അല്ലാണ്ടങ്ങ് മെലിയുന്നു. അപ്പോൾ അത് ചില തയ്യാറെടുപ്പുകളാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുന്നതിൽ വലിയ വാഴ്ച പറ്റിയിട്ടുണ്ട്. പിന്നെ ഇയാൾ കൃത്യമായി നിരീക്ഷിച്ചില്ല എന്നുള്ളതും ഗുരുതര സംഗതിയാണ്. തീർച്ചയായിട്ടും അപ്പൊ അവര് ഏതായാലും പെടും, ജയിലധികൃതർ പെടും ഈ കാര്യം. അതൊക്കെ നമ്മുടെ വിശ്വാസ്യമല്ലേ, ഇതിലൊന്നും ഒന്നും ഉണ്ടാവാനും നമ്മൾ